കൂമങ്കാവിൽ ബളു ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്ന് പന്തലിച്ച മാവുകൾക്ക് അടിയിൽ 4-5 ഏർമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. കാഴ്ചയില്ലാത്തവരുടെ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലേ? എന്തെങ്കിലും ചിന്തിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. അവരുടെ ലോകത്ത് നിറങ്ങളില്ല, രൂപങ്ങളുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും രൂപങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മറ്റാരെക്കാളും ഭാവനകളും സ്വപ്നങ്ങളും അവർക്കുണ്ട്. ഈ കാഴ്ച 4ാമത് അന്താരാഷ്ട്ര നിയമസഭാ പുസ്തകോത്സവത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിനായി ഒരുക്കിയ പവലിയനിൽ നിന്നാണ്. കാഴ്ചയില്ലാത്ത കുറച്ച് മനുഷ്യരും കുറെ വെളുത്ത കടലാസ് പേപ്പറുകളും മുൻപ് കണ്ട് പരിചയമില്ലാത്ത ചില ഉപകരണങ്ങളും ചുറ്റുമുണ്ട്. വെള്ളപ്പേപ്പറിലെ ഡോട്ടുകളിലൂടെ വിരലൊടിച്ച് വിജയൻ മാഷ് ബ്രെയിൽ ലിപിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ബ്രെയിൽ ലിപി എന്ന് പറയുന്നത് ഈ എംബോസ്ഡ് ഡോട്ട്സ് ആണ് ഉള്ളത്. അതായത് ഒരു 6 ഡോട്ടുകളിൽ ഒതുങ്ങുന്ന ഒരു അക്ഷരക്രമമാണ്. ഈ 6 ഡോട്ടുകളെ കൊണ്ട് 63 സിമ്പിൾസ് ഉണ്ടാക്കിയിട്ട് ഈ 63 സിമ്പിൾസ് കൊണ്ട് ലോകത്തുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. അതായത് ഭാഷ, നൊട്ടേഷൻസ്, മറ്റ് ചിഹ്നങ്ങൾ. ഇത് വിരൽത്തുമ്പ് കൊണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് തന്നെയാണ് വായിച്ച് കുട്ടികൾ പഠിക്കുന്നത്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി പേപ്പർ തിരിച്ചു വെച്ച് വായിക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് വായിക്കാൻ സാധിക്കും. ബ്രെയിൽ സ്ലേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലാണ് പേപ്പർ ഇങ്ങനെ തിരികെ വെക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റൈലസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. പ്രസ് ചെയ്ത് ഇത് അങ്ങനെ അമർത്തി എഴുതുമ്പോഴത്തേക്കാണ് അക്ഷരം പൊഴികളായിട്ട് മറുവശത്ത് പതിയുന്നത്. ബ്രെയിൽ ലിപിയെക്കുറിച്ച് മാഷ് പറഞ്ഞു നിർത്തിയതും പെട്ടെന്നതേ ഒരാട് ചാടി വീണു. പാത്തുമ്മയുടെ ആട്, അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി. കണ്ണു തെറ്റേണ്ട താമസം പാത്തുമ്മയുടെ ആട് ദാ ബാല്യകാല സഖി മുഴുവനും തിന്നു തീർത്തു. എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെല്ലാം കയറുന്നു. ആടെ കെട്ടിയിട്ടിട്ടില്ല. ചാരു കസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ച് കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എൻ്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിൻ്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് തിന്നുന്നത്. ഓ, ഇതില് ഈ അക്ഷരങ്ങൾ എങ്ങനെ കൈവച്ച് നോക്കിയേ, വെറുതെ ഒന്ന് വിരൽ വെച്ച് നോക്കി. ആ കൊച്ചു കൈ ഇങ്ങോട്ടൊന്ന് വെച്ച് നോക്ക്. കാണുന്നുണ്ടോ പൊഴികളായിട്ട്? എന്തിനോ പരുവരിപ്പായിട്ട് തോന്നുന്നില്ലേ? ഇവിടത്തെ തൊടുന്നതിനെക്കാളും ഇങ്ങോട്ട് തൊടുമ്പോൾ കുരുകുരുരാ കാണുന്നില്ലേ? ഇതാണ് അക്ഷരങ്ങൾ. ഇത് നോക്കിയിട്ടാണ് വായിക്കുന്നത്. വായനയുടെ ലോകത്ത് കാഴ്ചയ്ക്ക് ഒരു തരിമ്പ് പോലും പ്രാധാന്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. പുസ്തകോത്സവം കാണാനെത്തി ഈ പവലിയന്റെ പരിസരത്തുകൂടി കടന്നുപോയ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: അക്ഷരങ്ങളിലെ ആത്മാവിന് കണ്ണോ കാതോ ഇല്ല. അവിടെ കാണാത്തവരെന്നോ കേൾക്കാത്തവരെന്നോ വേർതിരിവുമില്ല. വായനയുടെ ലോകം വിശാലമാണ്. അവർക്ക് വായിക്കാനും അവർക്ക് എഴുതാനും അവർക്ക് ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇത്രയുമൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരു കാഴ്ചപരിമിതൻ എന്ന നിലയിൽ ഇത് നമുക്ക് ഉപകാരപ്പെടുന്നതിനുപരി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്, അതുപോലെ ബ്രെയിൽ ലിപി, അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് മാത്സ് ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടാനായിട്ട് ഒരു അവസരം കിട്ടുവാണ് ഇവിടെ.
അപ്പോൾ ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പുതപ്പ് തിന്നരുത്, അതിന് 4 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ പക്കൽ വേറെ ഇല്ല. പുതപ്പിന് വേറെ കോപ്പി ഇല്ലെന്ന് കേട്ടോ. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയും ഉണ്ട്. അവധിക്ക് അതെല്ലാം വരുത്തി സൗജന്യമായി തരാം. കാഴ്ചയില്ലാത്ത ഹെലൻ കെല്ലർ മുതൽ കേൾവി നഷ്ടപ്പെട്ട ബീഥോവൻ വരെയുള്ള പ്രതിഭകൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിന് ഈ ലോകം സാക്ഷിയാണ്. ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു പരിമിതിയല്ല, മറിച്ച് വിഭിന്നശേഷിയാണ് എന്ന് പൊതുസമൂഹം ഉൾക്കൊള്ളണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഒരു പരിഷ്കൃത സമൂഹമായി മാറുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വയസ്സ് 85 ആവുന്നു. എൻ്റെ വികാരങ്ങളും വിചാരങ്ങൾക്കും കാരണം എൻ്റെ കണ്ണും എൻ്റെ കാതുമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബുദ്ധിയിലേക്കും എൻ്റെ നാവിലേക്കും എൻ്റെ ഹൃദയത്തിലേക്കും വരുന്നുള്ളൂ. അതിനൊരു വഴി തുറന്നൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. ആ പഴയ കുട്ടിക്കാലം ഞാൻ ഓർത്തു പോവാണ്. അമ്മൂമ്മയ്ക്ക് കാഴ്ച വളരെ കുറവാണ്. അമ്മൂമ്മയുടെ കൈകളാണ്, അമ്മൂമ്മയുടെ മനസ്സാണ്, അമ്മൂമ്മയുടെ ബുദ്ധിയാണ്, അമ്മൂമ്മയുടെ എൻ്റെ കൂടെയുള്ള ആ സഹവാസമാണ് ഈ കണ്ണുള്ളവനെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അമ്മയുടെ പതിഞ്ഞ കാഴ്ച കുറഞ്ഞ കണ്ണുകളാണ്. ഇന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ കാഴ്ച കുറഞ്ഞ കണ്ണുള്ള പ്രായമായ അമ്മൂമ്മ എത്രമാത്രം ഒരു വളർച്ചയിൽ, ഒരു ഉയർച്ചയിൽ ഒരു കുട്ടിയുടെ നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നത്. ഇത് എൻ്റെ അനുഭവമാണ്. ഇത് എൻ്റെ അനുഭവമാണെങ്കിൽ ഇതുപോലത്തെ 10,000-കണക്കിന് അനുഭവങ്ങളിലാണ് കേരളത്തിൻ്റെ സമ്പത്ത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബാല്യത്തിലെ കാഴ്ച നഷ്ടപ്പെട്ട ലൂയി ബ്രെയ്ലി എന്ന ഫ്രഞ്ച് അധ്യാപകൻ ആവിഷ്കരിച്ച ബ്രെയ്ലി ലിപി കേരള നിയമസഭയുടെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാവുകയാണ്. തകഴിയുടെ ചെമ്മീനും എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയും ബെന്യാമിന്റെ നജീബും അങ്ങനെ അനുവാചകരെ വായനയുടെ ലോകത്തേക്ക് നയിച്ച കൃതികളും കഥാപാത്രങ്ങളും ഇവരുടെ കൂടി ഭാവനാ ലോകത്തിന്റെ ഭാഗമാവുകയാണ്. കളറാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അത് അനുഭവിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവർക്ക് ഈ പുസ്തകങ്ങളായി കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ പല കളറുകളും ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിലേക്കാണ് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് സാധാരണക്കാരനും ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരെ കുട്ടികൾക്കായാലും അങ്ങനെ ചെറിയ അവസരങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അങ്ങനെ പുറകോട്ടടിക്കേണ്ട പല ഇങ്ങനെ ഇതിനൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്കും അറിയാം, സാധാരണക്കാർക്കും അറിയാൻ പറ്റും. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ബെന്യാമിൻ്റെ പുസ്തകങ്ങളൊക്കെ അവർക്കൊക്കെ വായിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. വായിച്ച് വരുമ്പോഴേ നമ്മുടെ വിജ്ഞാനം വിപുലമാവും. അല്ലാതെ സ്കൂൾ പഠനം കൊണ്ടോ അല്ലെങ്കിൽ കോളേജ് പഠനം കൊണ്ടോ നമ്മൾ ഒന്നും നേടുന്നില്ല. അറിവിൻ്റെ ഒരു അരികിൽ മാത്രമേ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. പക്ഷെ വായനയിലൂടെ മാത്രമാണ് വളരാൻ പറ്റുന്നത്. വായിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളയുക തന്നെ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ വർഷത്തിൽ 2 തവണയൊക്കെ ഇത് വേണമെന്നാണ്. അല്ലെങ്കിൽ ഇനി പിന്നെയും മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഇത് സംഘടിപ്പിക്കപ്പെടണമെന്നാണ്. അതിൽ നല്ല നല്ല പുസ്തകങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുത്ത് വായിക്കണം, വായിക്കാൻ പ്രേരിപ്പിക്കുകയും വേണമെന്നുള്ളതാണ്. കഥകളും നോവലുകളും പുസ്തകങ്ങളും ഈ നിയമസഭാ പുസ്തകോത്സവത്തിലേക്ക് ഓടിയെത്തുമ്പോൾ കാഴ്ചാ പരിമിതർക്കായി ഇവിടെ ഒരു തൂവെള്ള കൊട്ടാരമുണ്ട്. ഒപ്പം കുറേ മനുഷ്യരും. വായനയുടെയും ഭാവനയുടെയും ലോകത്ത് അവർ വിരൽ തൊട്ട് വായിക്കുമ്പോൾ കഥകളും കഥാപാത്രങ്ങളും ഒപ്പം അവരുടെ ജീവിതവും ഇവിടെ ഓരോ കണ്ണുകളിലും കാഴ്ചകളായി തെളിയുന്നത് ഒരത്ഭുതമാണ്. ഈ കൈകൾ കൊണ്ട് പുസ്തകം എടുക്കുകയും ധാരാളം എഴുതുകയും വായിക്കുകയും ചെയ്യണം കേട്ടോ.